സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മഴക്കെടുതിയിൽ ആളപായമോ വൻ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെയും ബാണാസുര സാഗർ ഡാമിന്റെയും ഷട്ടർ ഉയർത്തി. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്ന് വിവിധ ഡാമുകൾ തുറന്നുവിട്ടു. മലമ്പുഴ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 5 സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത്. കൽപ്പാത്തി പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരുവണ്ണാമൂഴി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്ന് അധിക ജലം കുറ്റ്യാടി പുഴയിലേക്ക് ഒഴുക്കിവിട്ടു. കുറ്റ്യാടി പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാണാസുര ഡാമിന്റെ ഒരു ഷട്ടറാണ് ഇന്ന് തുറന്നത്. ഘട്ടം ഘട്ടമായി 50 ക്യൂബിക് മീറ്റർ വെള്ളം വരെ തുറന്നുവിടും. തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാം തുറന്നത് അതിരപ്പിള്ളി വനമേഖലയിലേക്ക് അധിക ജലം ഒഴുകിയെത്താൻ ഇടയാക്കും. 2466 ക്യൂബിക് വെള്ളമാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതോടെ പെരിങ്ങൽകുത്ത് ഡാമിലുൾപ്പെടെ ജലനിരപ്പ് ഉയരും. എറണാകുളം കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലംപൊത്തി 2 പേർക്ക് പരിക്കേറ്റു. വെറ്റിലപ്പാറ സ്വദേശി കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് കൊടുന്തിരപ്പുള്ളിയിൽ പെയ്ത ഒറ്റപ്പെട്ട ശക്തമായ മഴയിൽ വീടിന്റെ കിണറിടിഞ്ഞു താഴ്ന്നു. നവക്കോട് കളപ്പറമ്പ് സ്വദേശി നിലാവൂർ നിസയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വാണിയംകുളത്ത് ശക്തമായ മഴയിൽ വീട് തകർന്നു. പനയൂർ സ്വദേശി കുമാരന്റെ വീടാണ് തകർന്നത്. ഇന്നലെ പെയ്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. മാവൂർ പഞ്ചായത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.